വെൽക്കം ടു ഫുഡ് ആൻഡ് ക്രാഫ്റ്റ്. ഇന്ന് ഞാനിവിടെ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ചോറിൻ്റെ ഒപ്പം കഴിക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു പൊട്ടാറ്റോ ഫ്രൈ ആണിത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കണം. കുട്ടികൾക്കൊക്കെ ഇത് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായാണ് എൻ്റെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതിന് താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്യാനും അതിനോടൊപ്പമുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്. എങ്കിൽ മാത്രമേ എൻ്റെ എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുകയുള്ളൂ. പൊട്ടറ്റോ ഫ്രൈ ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 4 മീഡിയം സൈസ് പൊട്ടറ്റോസ് ആണ് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുള്ളത്. ഈ പൊട്ടറ്റോസ് എല്ലാം റൗണ്ടിൽ വളരെ നൈസായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാനിവിടെ എല്ലാ പൊട്ടറ്റോസും നൈസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. എത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യാൻ പറ്റുമോ അത്രത്തോളം നൈസായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. അതൊരു ബൗളിലോട്ട് മാറ്റാം. അപ്പോൾ ഞാൻ നമ്മുടെ പൊട്ടറ്റോസ് ഒരു ബൗളിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ 2 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. കാശ്മീരി ചില്ലി പൗഡർ കൂടെ മിക്സ് ചെയ്തിട്ടുള്ള മുളക് പൊടിയാണ് എൻ്റേത്. അപ്പോൾ നല്ലൊരു കളർ ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലോട്ട് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. അതായിട്ട് ചേർക്കേണ്ടത് ഇഞ്ചി, ഉള്ളി, കറിവേപ്പില ഇത് 3 കൂടി ചതച്ചെടുത്തതാണ്. അളവ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അതുകൂടി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കൈ വെച്ചോ അല്ലെങ്കിൽ സ്പൂൺ വെച്ചോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു 5 മിനിറ്റ് ഇത് ഇതുപോലെ തന്നെ ഒന്ന് വെച്ചേക്കുക. നന്നായിട്ട് മസാല പിടിക്കാൻ വേണ്ടിയാണിത്. ആയിട്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെക്കുക. അതിലോട്ട് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഒഴിച്ചു കൊടുത്തത്. എന്നിട്ട് ഓയിൽ നന്നായിട്ട് ചൂടായ ശേഷം നമ്മുടെ പൊട്ടറ്റോസ് ഓരോന്നായിട്ട് ഇതിലോട്ട് പരത്തി വെച്ച് കൊടുക്കുക. എല്ലാ പൊട്ടറ്റോസും വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഒരു സൈഡ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോന്നായിട്ട് ഒരു സ്പാറ്റിൽ വെച്ച് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ പൊട്ടറ്റോസും മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്ത സൈഡ് കൂടി ലൈറ്റ് ബ്രൗൺ ഷെയ്ഡ് ആയി കഴിഞ്ഞാൽ നമുക്കിത് കോരി മാറ്റാം. ഇപ്പോൾ നമ്മുടെ പൊട്ടറ്റോ ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇതൊരു ടിഷ്യൂ പേപ്പറിലോട്ട് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ എക്സസ് ആയിട്ടുള്ള ഓയിലൊക്കെ പേപ്പറിൽ വലിച്ചെടുക്കും. ഈസി ആയിട്ടുള്ള ഈ പൊട്ടറ്റോ ഫ്രൈ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം. ഇത് ചൂടോടെ തന്നെ സെർവ് ചെയ്യുമ്പോഴാണ് ശരിക്കും അതിൻ്റെ ടേസ്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.